ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരുടെയും ഓണമൊക്കെ എന്തായി? ഓണമൊക്കെ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സദ്യയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അയൽപക്കത്തൊക്കെ സദ്യ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി നമ്മൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് എടുക്കുന്നത്. ഇന്ന് മീൻ കിട്ടിയ വിശേഷങ്ങളും എല്ലാവർക്കും ആയിട്ടൊരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് ചോറ് വയ്ക്കേണ്ടതില്ലായിരുന്നു. പറഞ്ഞല്ലോ, ഓണസദ്യ കഴിക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഈ ചൂര നമുക്ക് ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ചെറിയ ഉള്ളി, പുളി എല്ലാം കൂടെ നമുക്കിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കി ഇപ്പം കളറും വ്യത്യാസം വരും, കറിക്ക് വ്യത്യാസം വരും, ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പം ഞാൻ എന്നും വയ്ക്കുമ്പോൾ ഞാൻ മുളക് പൊടി വറുക്കാതെയാണ് വയ്ക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുളക് നല്ലോണം കഴുകി ഉണക്കിയിട്ട് ഒന്ന് വറുത്തിട്ടാണ് പൊടിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ മുളകെല്ലാം പൊടിച്ച് റെഡിയാക്കി അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മീനൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ മീൻ വൃത്തിയാക്കുന്നതിൻ്റെ മൽപ്പിട്ട് തുണി നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞേക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിന് 2 പീസ് മീൻ മാറ്റി ഒന്ന് എയർ ഫ്രയറിലിട്ട് ഫ്രൈ ആക്കി കൊടുക്കും. അപ്പോൾ ഇതിൽ ഇതാക്കുന്നത് അല്ലാതെ വറുക്കുന്നത് അവൻ കഴിക്കത്തില്ല. അപ്പോൾ എല്ലാം കഷ്ണങ്ങളും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ 4 ഇതുണ്ട്. നമ്മുടെ ഇവിടെ കൊഴിയാളെന്നാണ് ഈ മീനെ പറയുന്നത്. അപ്പോൾ എല്ലാം ഞാൻ അത് കഴുകി കഷ്ണങ്ങളാക്കി. ഇനി നമുക്ക് ഉള്ള അരപ്പ് ചട്ടിയിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ കറി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം മീൻ കഷ്ണങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീൻ വറക്കാനുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പെരുംജീരകം എല്ലാമായിട്ട് ഞാൻ അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലോട്ട് എണ്ണ ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ കാണിച്ചത് അത് മോന് എയർ ഫ്രയറിൽ ഫ്രൈ ആക്കാനായിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളെല്ലാം ഞാൻ പറക്കി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായിട്ടും വീഡിയോ കാണണം. അപ്പോൾ ദാ മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് വിഴുക്കൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു കുഞ്ഞ് തക്കാളി, സവാള, ഉരുളൻകിഴങ്ങ്, പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കുഞ്ഞ് നീള കഷ്ണമാക്കിയാണ് ഞാൻ ഇത് വെക്കുന്നത്. അപ്പോൾ മെഴുക്ക് പുരട്ടി എന്നും പറയും, വിഴുക്കെന്നാണ് നമ്മളെവിടെയൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെയൊക്കെയാണ്. മറ്റുള്ളിടത്തൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതാ നമുക്കുള്ള മെഴുക്ക് പുരട്ടിയും മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.